ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഓൾറൗണ്ടർ ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് എംദിന, മാൾട്ടയുടെ തന്നെ പഴയ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള BC 8th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്നൊരു പഴയൊരു സിറ്റിയിലേക്കാണ് പോകുന്നത്. ഓൾഡ് സിറ്റിയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ഞാനിപ്പോൾ അവൻ്റെ റൂമിലേക്ക് നടക്കുകയാണ്. ഇന്ന് കുറച്ച് മഴക്കാറൊക്കെ കാണുന്നുണ്ട്. ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്കും ഇവിടെ വിൻ്റർ സ്റ്റാർട്ടാവും. അപ്പോൾ മഴയൊക്കെ പെയ്യും, മഴയും നല്ല കാറ്റൊക്കെ ഉണ്ടാവും. ഇതിവിടുത്തെ ടൂറിസ്റ്റുകൾക്ക് സ്ഥലങ്ങളൊക്കെ സൈറ്റ് സീയിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നൊരു ബസ്സാണ് കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ ബസ് ഒരുപാടുണ്ട്. ഇതിൻ്റെയൊക്കെ ഡ്രൈവേഴ്സ് മോസ്റ്റ്ലി മലയാളികളും ഇന്ത്യൻസൊക്കെ തന്നെയാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട് അവൻ്റെ റൂമിലേക്ക്. അധികം വെയിലില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഒരു വെതർ ഇങ്ങനെ നിന്നാൽ നന്നായിരുന്നു. ഇത് ഇവിടുത്തെ ഒരു റെസിഡൻസ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ വീടുകളൊക്കെ ഇങ്ങനെ അടുപ്പിച്ചിട്ടാണ് ഉണ്ടാവുക. മുറ്റം കുറവായിരിക്കും. താഴത്തേക്ക് ഗാരേജ്. ഇത് വേണ്ട, ഇതൊരു വീടല്ല, 2 വീടാണ്, 3, 4 വീടുകളുണ്ട്. പക്ഷേ കോമ്പൗണ്ട് വാളൊന്നും ഉണ്ടാവില്ല. അടുപ്പിച്ച് വേണ്ട. ജോയിൻ്റൊക്കെ ആ വീടിനോട് ചേർന്നിട്ടായിരിക്കും. ഒന്ന് ചേർന്നിട്ടാണ് ഉണ്ടാവുക. സ്ഥലക്കുറവുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ 5 സെൻറ്റും പൂന്തോട്ടം ഒന്നും ഉണ്ടാവില്ല. ഇതാണ് ഇവിടുത്തെ ലക്ഷറി. പിന്നെ ഇതിൽ കൂടുതൽ കോമ്പൗണ്ട് വാൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ടൗൺ ആയതുകൊണ്ടാണ്. പക്ഷെ ഇതാണ് കോമൺ ഒരു മാൾട്ടയുടെ ഒരു ആർക്കിടെക്ചർ. പിന്നെ സിംഗിളായിട്ട് വീട് വെക്കുന്നവരൊക്കെ ഉണ്ട്, കോടീശ്വരന്മാർ. അത് ഞാൻ വഴിയെ കാണിക്കാം. ഇത് വേണ്ട, നമ്പർ ഇട്ടുണ്ട് 29. അതിനപ്പുറത്തത് വേറെ ഓറഞ്ച് ഉണ്ടായി നിൽക്കണ. പക്ഷെ ഇത് കഴിക്കാൻ കൊള്ളൂല കേട്ടോ. അത് കാണാനുള്ള ഭംഗിയുള്ളൂ, അത് കഴിക്കാൻ പറ്റില്ല. അത് വേണ്ട, പറിച്ചിട്ട് തിന്നാനൊക്കെ തോന്നും. പക്ഷെ ഇത് അത്ര ടേസ്റ്റുള്ള സാധനമല്ല. ഇത് ഇവിടുത്തെ ഒരു പാർക്കാണ്. ഇതെല്ലാം അവൻ്റെ റൂമിലെത്തട്ടെ. ഓക്കെ, ഇത് ബുജിബയിലെ ഒരു ചർച്ചാണ്. ഇവിടെ മലയാളം പ്രാർത്ഥനയൊക്കെ നടക്കാറുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് കാണിച്ചെന്നുള്ളൂ. ഇവിടെ ഒരു വലിയ മലയാളി കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട് മാൾട്ടയിൽ. അപ്പോൾ ഇവിടെ മലയാളം പ്രാർത്ഥനയൊക്കെ നടക്കാറുണ്ട്. ഏതാണ് ദിവസം എന്നറിയില്ല, പക്ഷേ നടക്കാറുണ്ട്. നടന്നു വന്നപ്പോൾ ഇത് ഇവിടെ കണ്ടത് ഇവിടുത്തെ കെയർ ഹോമാണ്, കെയർ മാൾട്ട. ഒരുപാട് മലയാളി ചേച്ചിമാരും നേഴ്സുമാരൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പാർട്ട് ടൈമായിട്ടും ഫുൾ ടൈമായിട്ടൊക്കെ. അതായത് പ്രായമായിട്ടുള്ള ആൾക്കാരെ നോക്കാനും ശുശ്രൂഷിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലം. ഇതാണ് കെയർ മാൾട്ട. ഗവൺമെൻറ് ആണ് അവരെ നോക്കുന്നത്. അവരുടെ മക്കളല്ല പ്രായമായി നോക്കുക. കാരണം അവർക്ക് പെൻഷൻ ഉണ്ടാവും. അവർ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ആയ കാലത്ത് ജോലി ചെയ്ത് ആ പൈസ അതിൻ്റെ പെൻഷൻ വെച്ചിട്ടാണ് അവർ കെയർ ഹോമിൽ വന്ന് കിടക്കുക. അതാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക, ഒരു കൾച്ചർ. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ. വീട്ടിൽ മക്കളും പേരക്കുട്ടികളൊക്കെ ഇടയിൽ നിൽക്കുക. പക്ഷേ ഇവിടെ വയ്യാതായി കഴിഞ്ഞാൽ നോക്കാൻ പറ്റുമല്ലോ. എല്ലാവർക്കും ജോലിയും ഓരോ തിരക്കുകളൊക്കെ ഉണ്ടല്ലോ. സോ ഇവിടെ കൊണ്ടുവന്നാക്കും. ഈ കെയർ മാൾട്ടയുടെ അടുത്ത് തന്നെ ഉണ്ട് അവൻ്റെ റൂമും. അതിന് മേളിലാണ് റൂം. അവന് ഗോവക്കാരനാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങളൊന്ന് ഒരുമിച്ച് പ്ലാൻ ചെയ്തതാണ്. അവനും ഒരു ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അത്യാവശ്യം ചെറിയൊരു തണുത്ത കാറ്റും എന്താ പറയുക, കുറച്ച് ക്ലൗഡിയാണ്. മഴ പെയ്യുമെന്നറിയില്ല, നമുക്ക് നോക്കാം, പോയി നോക്കാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ശിവരാജ്. അത് അവൻ്റെ ഫ്രണ്ടാണ്. ശിവരാജ് എന്നാണ് പേര്. ഹേ മഹാരാജ്, അച്ഛാ, ഹലോ. കേനാ പങ്കജ്. ഇത് അവൻ്റെ ഫ്രണ്ടാണ് പങ്കജ്, ഗോവക്കാരനാണ്. എടാ ബസ് സ്റ്റോപ്പിൽ പോവാം. ബസ് സ്റ്റോപ്പിലേക്ക് പോവാം. അവൻ്റെ വ്ളോഗ് എടുക്കുകയാണ്. അവൻ്റെ ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ എനിക്കൊരു കമ്പനി ആയല്ലോ. ഞങ്ങൾ എൻ്റെ ഒരു വ്ളോഗ് എടുത്ത് റോട്ടിൽ കൂടെ ഇങ്ങനെ പോകണം. നോക്കാം എന്താവും. ഇപ്പോൾ ഇതിൻ്റെ ഒരു ത്രില്ലാണ്. എവിടെ വരെ പോകുന്ന അറിയില്ല. ബസ് സ്റ്റോപ്പിലേക്ക് പോകണം. അതാണ് ബസ് സ്റ്റോപ്പ്. അവിടെയാണ് ബസ് സ്റ്റോപ്പ്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ബുജിബ ബസ് സ്റ്റാൻഡ് കേട്ടോ. ഇവിടുന്ന് ബസ്സിൻ്റെ സമയം നോക്കണം. ഇതേക്കൂടെ കോൺസ ബസ് 186. ഇതർ സെ അയ്യോ, ഇവിടുന്ന് 186 പിടിച്ചു കഴിഞ്ഞാൽ എന്തിനേക്ക് പോകാൻ പറ്റും ബുജിബ. നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. നമ്മുടെ ബസ്സിൻ്റെ സമയം 10:05. ഇപ്പോൾ 9:45. 20 മിനിറ്റ് കൂടി. ബസ് കയറിയിട്ട് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ.
മഴ പൊടിയുന്നുണ്ട്, എന്താവും എന്നറിയില്ല. ഗൈസ് അങ്ങനെ ബസ് വന്നു, നമ്മൾ കയറണം. ഞാൻ അവിടെ എത്തിയിട്ട് ഇറങ്ങിയിട്ട് കാണാം. ബസ് ഇപ്പോൾ ഇറങ്ങി, നല്ല വിശപ്പുണ്ട്. അതിൽ കഴിച്ചിട്ട് അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ കിട്ടും കേട്ടോ താഴത്തേക്ക്. നമ്മളൊരു കുന്നിൻ്റെ മേളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഒരു ഷോപ്പിലേക്ക് വന്നതാണ്. തുർക്കിഷ് കബാബ് എന്താ ഉള്ളതെന്ന് നോക്കാം. നല്ല വിശപ്പ്. പിസ്സ, ബർഗർ, റോളെല്ലാം ഉണ്ട്. If you want to drink something, you can take, okay? Just cut very dirty. Cut very scale, okay? You can pay later, don't worry. Hi. Hello? Give me two mixed doner. Wrap, yes. You don't take away. For here. Okay. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ടോ മിക്സഡ് ഡോണർ, ചിക്കൻ ഡോണർ, ലാം ഡോണർ. അത് നമ്മുടെ റോളാണ്. ഷവർമ്മയ്ക്ക് കൊടുക്കും. ബേട്ടക്ക് ഇത് കബാബ് വന്നിട്ടുണ്ട്. ഓക്കെ, കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിറങ്ങി നടക്കുകയാണ് ഇനി അങ്ങോട്ട്. ഈ മലയുടെ ഒരു സൈഡിൽ തന്നെയാണ് കോട്ട സിറ്റി. കോട്ട എന്ന് പറയാൻ പറ്റില്ല, കോട്ട എന്ന് പറയാട്ടോ. ഒരു കോട്ട പോലെയാണ് അത് ഉണ്ടാക്കി വെച്ചേക്കണത്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. മുതൽ നടന്നു പോയി നോക്കാം. ഇവർ ഇതിനെ വിളിക്കുന്നത്, മാൾട്ടീസുകാർ ഇതിനെ വിളിക്കുന്നത് എംദിന, ഓൾഡ് സിറ്റി, സൈലൻറ്റ് സിറ്റി എന്നൊക്കെയാണ്. പക്ഷേ ഇത് സത്യത്തിലൊരു കോട്ട പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഞങ്ങളിപ്പോൾ അവിടുന്ന് ഇവിടുത്തെ അടുത്തുള്ളൊരു പാർക്കിലേക്ക്, പാർക്കല്ല ഇതിന് ഫ്രണ്ടിലുള്ളൊരു ഇരിക്കാനുള്ളൊരു ചെറിയൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുൾ പച്ചപ്പ്, നല്ല ട്രാഫിക്കാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. അവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇതാണ് സിറ്റിയിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ പല ഭാഗങ്ങളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, ഒരു കോട്ട പോലെ തന്നെയാണ് അത് പണിതേക്കണം. പക്ഷേ ഇവർ സൈലൻറ്റ് സിറ്റി, എംദിന സിറ്റി എന്നൊക്കെയാണ് പറയുന്നത്. മാൾട്ടയുടെ പഴയ ക്യാപിറ്റലും കൂടി ആയിരുന്നത് എംദിന, 8th സെഞ്ച്വറിയിൽ കേട്ടോ. അങ്ങനെ നമ്മൾ അകത്തേക്ക് കിടക്കുകയാണ്. ഇതിൻ്റെ അകത്ത് 250ഓളം ഫാമിലികൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ കുതിരവണ്ടി, കാറൊക്കെ വരും ഇതിൻ്റെ അകത്തേക്ക്. അവിടെ ഗ്രൗണ്ട് മാർക്കാണ്. ഒരു പഴയൊരു ഏൻഷ്യൻ സിറ്റിയിലേക്ക് എത്തിയ ഫീലില്ലേ? ഈ കാറും ഈ ആൾക്കാരും മാറ്റി വെച്ച് കഴിഞ്ഞാൽ.
the plateau on which Medina is built has been inhabited since prehistoric, and by the Bronze Age it was a place of refuge since it was naturally defensible. The Phoenicians established a colony at the site, known as and after their name for the island. Around the 8th century BC, the Roman Republic captured Malta in 218 BC. Early in the Second Punic War, they continued to use Medina as their center of administration but renamed it Melita after the Greek and Latin name for the island, probably taken from the main Punic port on the Grand Harbor. The Punic Oromon city was about 3 times the size of present-day Medina, extending into a large part of modern Ramad. According to the Acts of the Apostles, Paul the Apostle was shipwrecked on Malta in its 60, greeted by its governor Publius, and miraculously cured the governor's sick father before leaving. Christian legend holds that the population of Malta then converted to Christianity. മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് പള്ളിയുടെ ഉള്ളിലേക്ക് കിടക്കുന്നുണ്ടെങ്കിൽ മ്യൂസിയത്തിന് ടിക്കറ്റ് എടുത്തിട്ട് ഇതുവഴി എൻട്രൻസ്, ഇതാണ് എൻട്രൻസ്. പിന്നെ ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങോട്ട് പോയി നോക്കാം. എവിടെ വെച്ചാലും ഫ്രെയിമാണ്, എങ്ങനെ വെച്ചാലും ഫ്രെയിമാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ടവറാണ് കാണുന്നത്. സെന്റ് ജൂലിയൻ ആ ഭാഗത്താണ് കാണുന്നത്. ഒരുപാട് ടൂറിസം ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ടെന്ന്. ഇങ്ങോട്ട് കിടക്കാൻ പ്രത്യേകിച്ച് ടിക്കറ്റൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് മ്യൂസിയം, ചർച്ചും പിന്നെ 1-2 സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അതുപോലത്തെ. അവിടെയൊക്കെ ടിക്കറ്റ് ഉണ്ടെന്നല്ലാതെ ഈ സിറ്റിയിലേക്ക് കിടക്കാൻ ടിക്കറ്റൊന്നുമില്ല, ഫ്രീ ആണ്.
എൻ്റെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട്, ശ്രദ്ധിച്ചു. ഇത് ദോശയല്ല, ഇത് ഐസ്ക്രീം ഷോപ്പാണ്. വേഫിൾസ് ഐസ്ക്രീമൊക്കെയാണ്. നമ്മൾ വിചാരിക്കുന്ന മസാല ദോശ, ചോക്ലേറ്റ്. വേഫിൾസ് ഉണ്ടായി. നോർമൽ ഒരു സിറ്റി പോലെ തന്നെ എല്ലാം കിട്ടും ഇവിടെ. പള്ളി, ATM, ഷോപ്പ് എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ കോട്ടയുടെ ഒരു എല്ലാം കംപ്ലീറ്റ് കണ്ട് തീർന്ന് അത് പുറത്തേക്ക് ഇറങ്ങി. നല്ല കാറ്റുണ്ട്. തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ്. 4 മണിക്കൂർ ഇവിടെ കറങ്ങി. കോട്ടയുടെ പുറത്തുനിന്നുള്ള വ്യൂ ആണിത്. എവിടെ ഫോൺ വെച്ചാലും ഫ്രെയിമാണ്, അടിപൊളിയാണ്. ഒരുപാട് ആൾക്കാർ ഇന്ന് മീറ്റ് ചെയ്തു ഫോട്ടോ എടുത്ത് കൊടുക്കാനൊക്കെ ആയിട്ട്. വ്ളോഗിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ എൻട്രൻസ്. ആ കാണുന്ന ആ ബ്രിഡ്ജ്, ഇത് പുറത്തുനിന്നുള്ള വ്യൂ ആണ്. എപ്പോഴത് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ്. ഞങ്ങളിപ്പോൾ നടന്നിങ്ങനെ വരുമ്പോഴാണ് കണ്ടത് ഇവിടെ ടണലുണ്ട് കേട്ടോ, ഗുഹയുണ്ട്. ഈ എന്തെങ്കിലുമൊക്കെ എമർജൻസിക്ക് വരുന്ന സമയത്ത് ഇവർക്ക് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കണക്റ്റഡാണ്, അടിപൊളി. ഇത് BC 8-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതെന്ന് കണ്ടപ്പോൾ വിശ്വസിക്കുമോ? അടിപൊളി. എല്ലാം കണക്റ്റഡാണ് കേട്ടോ. ഇതിന് ചുറ്റിനുണ്ട്. അതാണ് എൻട്രൻസ് ഗേറ്റ്. പോകാൻ നോക്കിയിട്ട് ഇത് എത്ര കവർ ചെയ്തിട്ട് തീരുന്നില്ല, അത്രയ്ക്ക് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. വാവ്, അടിപൊളി. എടാ ഈ ഫോട്ടോ കിച്ചോ, കുറച്ച് ഫോട്ടോസ് കൂടി എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് പോകണം. ഇത് കണ്ട, ഈ ഫ്രെയിം കണ്ട, എൻ്റെ നടന്ന് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 5-6 കിലോമീറ്റർ നടന്നുണ്ടാവും. വാട്ട് എ വ്യൂ, അടിപൊളി. ഇവിടുന്ന് മാത്രം ഇങ്ങനെ ഒരു വ്യൂ കിട്ടുള്ളൂ കേട്ടോ. എന്താ നീലാകാശം. ഏതാ ഭംഗി. ഇതൊരു ചെറിയൊരു വ്ളോഗ് ആക്കാനായിരുന്നു എൻ്റെ പ്ലാൻ, പക്ഷേ ഇത് 1 മണിക്കൂറെങ്കിലും ഉണ്ടാവും. ഇത് ടോട്ടൽ എഡിറ്റ് ചെയ്യാൻ കുറേ കഷ്ടപ്പെടും. ഇതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് ഇൻ എംദിന. കൂടുതൽ അറിയേണ്ടവർക്ക് ഇത് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ച് നോക്കാം.
അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി പോകാൻ നിൽക്കുകയാണ്. ഇത് വേണ്ട കുതിര സ്റ്റാൻഡ്, നമ്മൾ നാട്ടിലെ ഓട്ടോ സ്റ്റാൻഡ് പോലെ വരി വരിയായിട്ട് നിൽക്കുകയാണ്. എൻ്റെ ചെയ്യണം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.